ഹലോ ഗായ്സ്, ഞാനീ കാണിക്കുന്നത് എന്താണെന്നറിയാം, പൂച്ചയ്ക്ക് സുഖമില്ല. ഇന്നലെ ഒരു കണ്ടൻ എടുത്തിട്ട് കടിച്ച് ഞങ്ങളുടെ പൂച്ചയെ പെരക്കകത്ത് കയറി വന്ന് ബാൽക്കണി കൂടെ അപ്പോൾ അവനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അവന് നമ്മളെന്താണെന്നറിയാം, ഇതുപോലെ ഇതെന്താണെന്നറിയാം, ചോളം പുഴുങ്ങിയതാണ്. ഇതേന്ന് നമ്മളിങ്ങനെ ഓരോന്നോരോ നടത്തിയിട്ട് അവന് കൊടുക്കുക. അവൻ പാലും കുടിക്കുന്നില്ല, അവൻ്റെ ബിസ്ക്കസും കഴിക്കുന്നില്ല, അവന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങളിത് കഴിക്കുമ്പോൾ രാവിലെ ഇടയ്ക്കൊക്കെ ഇവനിങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. അവനാ ശീലമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത് അടത്തിയെടുത്തിട്ട് അവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അവന് കഴിക്കുന്നുണ്ട് കുറച്ച്. അതിന് സുഖമില്ല, നടക്കാനൊന്നും വയ്യ. മറ്റവനെടുത്തിട്ട് കടിച്ചു. പിന്നെ രാവിലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അവനിപ്പോൾ ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ അതിനെ പട്ടിണിയൊന്നും ഇടല്ലോ കേട്ടോ. വീട്ടിൽ ചോളമൊക്കെ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ അത് നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയെടുക്കും, മുറിച്ചിട്ടിട്ട് തൊലി കളഞ്ഞിട്ട്. എന്നിട്ട് അതിങ്ങനെ അടത്തിയെടുത്തിട്ട് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഇതൊന്ന് നടത്തിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിച്ചോളും. പട്ടിണി കിടക്കും, നമുക്ക് വിഷമവും. പിന്നെ പെട്ടെന്ന് പൂച്ച പെട്ടെന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങും. എനിക്ക് ഇന്നലെ പനി പിടിച്ചെന്ന് തോന്നുന്നു. മറ്റേ പൂച്ച കടിച്ചപ്പോഴേ മുറിവൊന്നുമില്ല, പക്ഷേ കുറച്ച് രോമമൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവർ തിന്നോളും. കണ്ടോ കഴിക്കുന്നേ. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കാണാമല്ലോ അല്ലേ. അവന് സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കൊടുത്തേക്കുക. ഇതുകൊണ്ടല്ലേ, സ്റ്റീലിൻ്റെ പാത്രമുണ്ട് ഇവിടെ. അവൻ അതേലിട്ട് കൊടുത്താൽ മതി. അവന് ആരാംസെ ഇരുന്ന് കഴിച്ചോളും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം. ഇത് കണ്ടോ, പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്കുക. കണ്ടോ, പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നുക. അപ്പോൾ വേറെ ഒന്നും കഴിക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ പൂച്ചയൊക്കെ സഹായിക്കണം കേട്ടോ. താങ്ക് യു.